യേശുനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരാൽ പടുത്തുയർത്തിയ സഭയുടെ ഭാഗങ്ങളായ ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്നു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക, ഞങ്ങൾക്ക് അതുമാത്രം മതി. ഇന്ന് തിരുസഭ അപ്പോസ്തലന്മാരായ ഫിലിപ്പോസിൻ്റെയും ചെറിയ യാക്കോബിൻ്റെയും തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. ഈ രണ്ട് അപ്പോസ്തലന്മാരുടെയും തിരുനാൾ ഒന്നിച്ച് ആഘോഷിക്കുവാനുള്ള കാരണം AD 560 ഈ രണ്ട് അപ്പോസ്തലന്മാരുടെയും തിരുശേഷിപ്പുകൾ റോമിലെ ഒരു ദേവാലയത്തിലേക്ക് ഒന്നിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നതുകൊണ്ടാണ്. ചെറിയ യാക്കോബ് അൽഫയോസിൻ്റെ പുത്രൻ. ചെറിയ യാക്കോബാണ് യേശുവിൻ്റെ സഹോദരനായി അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ജെറുസലത്തിലെ ബിഷപ്പാവുകയും യാക്കോബിൻ്റെ ലേഖനം എഴുതുകയും ചെയ്തത് ഈ അപ്പോസ്തലനാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചെറിയ യാക്കോബ് താടി മുറിച്ചിരുന്നില്ല, ലഹരികൾ ഭക്ഷിച്ചിരുന്നില്ല, ഒരു ജീവജാലത്തെയും ഭക്ഷിച്ചിരുന്നില്ല, മുടി ചീകിയിരുന്നില്ല, കുളിച്ചിരുന്നില്ല, മുട്ടിന്മേൽ നിന്ന് തലകുമ്പിട്ട് പ്രാർത്ഥിച്ച് കുതിരക്കുളമ്പ് പോലത്തെ വലിയ അടയാളം അവൻ്റെ മുട്ടുകളിലും നെറ്റിയിലും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം കൈവിരിച്ച് ആകാശത്തേക്ക് കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വരൾച്ചയുടെ നാളിൽ മഴ പെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. ചെറിയ യാക്കോബും ഫിലിപ്പോസും ഒരുപോലെ കല്ലെറിയപ്പെട്ടാണ് മരണത്തിലേക്ക്, രക്തസാക്ഷിത്വത്തിലേക്ക് തങ്ങളെ തന്നെ നൽകുന്നത്. ചെറിയ യാക്കോബിൻ്റെ തലയിൽ ഒടുവിൽ ഒരു വടി കൊണ്ട് അടിച്ചാണ് അദ്ദേഹം മരണത്തിലേക്ക് വീണതെന്നും പറയപ്പെടുന്നുണ്ട്, കല്ലെറിയപ്പെട്ടതിന് ശേഷം. എന്നാൽ ഫിലിപ്പോസ് അപ്പോസ്തലനായ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും നാടായ ബെത്സേദയിൽ നിന്ന് ഉള്ളവനാണ്. അവനായിരുന്നു നഥാനിയേലിനെ കർത്താവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത്. ഫിലിപ്പോസ് അപ്പോസ്തലൻ വിവാഹിതനായിരുന്നു. അദ്ദേഹത്തിന് നിരവധി പെൺമക്കളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും അതൊന്നും അദ്ദേഹത്തിൻ്റെ ദൈവവിളിയെയോ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ധ്യാനത്തെയോ ബാധിച്ചില്ല എന്ന് വിശുദ്ധ ക്രിസോസ്റ്റം പറഞ്ഞു വയ്ക്കുന്നു. ഒന്നാമതായി, ഫിലിപ്പോസ് വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെട്ടവനാണ്. അവനോടാണ് കർത്താവായ യേശുനാഥൻ 5000 പേരെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന്. ആ വിജന പ്രദേശത്ത് വച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ആവശ്യം കർത്താവ് ഫിലിപ്പോസിനോട് ആരായുമ്പോൾ ഫിലിപ്പോസിന് എന്ത് അനുഭവപ്പെട്ടു? കർത്താവായ യേശുനാഥൻ 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഫിലിപ്പോസിൻ്റെ വിശ്വാസത്തെ 5000 തവണ 10 മടങ്ങായി വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നു, അഥവാ വർദ്ധിപ്പിച്ച് കഴിഞ്ഞിരുന്നു എന്ന് സാരം. ഫിലിപ്പോസ് അപ്പോസ്തലൻ തന്നിലുള്ള ക്രിസ്തു സന്തോഷത്തെ പകർന്നു നൽകുവാൻ മനസ്സായവനാണ്. ഫിലിപ്പോസ് അപ്പോസ്തലന് അത് സാധിച്ചത് അദ്ദേഹം മോശ എഴുതിവച്ച, തിരുവചനത്തിൽ എഴുതിവച്ച സത്യങ്ങളെ അന്വേഷിച്ചവനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, മോശ ആരെക്കുറിച്ച് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നുവോ അവനെ, നസറത്തിൽ നിന്നുള്ളവനെ ഞങ്ങൾ കണ്ടു എന്ന്. വചനത്തിന്മേൽ ദൈവത്തെ അന്വേഷിച്ച ഒരു അപ്പോസ്തലൻ. ആ അന്വേഷണത്തിൻ്റെ പരിണിത ഫലമായിരുന്നു തനിക്ക് ലഭിച്ച ശിഷ്യൻ എന്ന പദവിയും വിശ്വാസത്തിൻ്റെ ആഴമുള്ള ഗ്രാഹ്യവും. അവിടെ നിന്നുമാണ് ഫിലിപ്പോസ് നഥാനിയേലിനെ വിളിച്ചുകൊണ്ടുവരുന്നത്. നഥാനിയേലിൽ ഉണ്ടായിരുന്ന ചിന്ത നസറത്തിൽ നിന്നും ഒരു നന്മയും ഉണ്ടാവുകയില്ല എന്നായിരുന്നു. എന്നാൽ ഫിലിപ്പോസ് നസറത്ത് എന്ന സ്ഥലത്തേക്കാളും ക്രിസ്തുവിനെയും ക്രിസ്തുവിൽ ഉള്ള രക്ഷക സാന്നിധ്യത്തെയും ദൈവപുത്രനെയും മോശ എഴുതിയ വചനത്തിലൂടെ തന്നെ ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുകയും
അതിൽ വിജയിക്കുകയും ചെയ്തവനാണ്. രണ്ടു കാര്യങ്ങളാണ് ഫിലിപ്പോസ് കണ്ടെത്തിയത്. ഒന്ന്, യേശു ദൈവപുത്രനാണെന്നും രണ്ട്, ഇസ്രയേലിൻ്റെ രാജാവാണെന്നും. മൂന്നാമതായി ഫിലിപ്പോസിൻ്റെ വിശുദ്ധമായ ആകാംക്ഷയാണ്. ക്ഷമയോടും ആത്മീയ ആകാംക്ഷയോടും ഫിലിപ്പോസ് വിളിച്ചു പറഞ്ഞു, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അതുമാത്രം മതി. ഈ വാക്കുകളിൽ നിന്നാണ് നമ്മുടെ രക്ഷകൻ തൻ്റെ ദൈവത്വത്തെക്കുറിച്ചും പിതാവുമായുള്ള സമ്പൂർണ്ണ സമത്വത്തെക്കുറിച്ചും പുതുതായി തൻ്റെ വചനം വഴി വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാൻ കാരണമായത്. ഇത്രയും കാലം ഞാൻ നിങ്ങളോടൊപ്പം ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ പിതാവിനെ അന്വേഷിക്കുന്നുവോ? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. അഥവാ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടില്ല എന്ന് കർത്താവ് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ അപ്പോസ്തലന്മാരുടെ തിരുനാളിൽ നമുക്ക് യേശുവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടാം. വചനത്തിലൂടെ ക്രിസ്തു ബോധ്യത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ ക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് തുല്യമായി നമുക്കും ത്രിത്വക ദൈവത്തോടൊന്നായി മാറാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഈ അപ്പോസ്തലന്മാരുടെ തിരുനാളിൽ നമുക്ക് യേശുവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടാം. വചനത്തിലൂടെ ക്രിസ്തു ബോധ്യത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ ക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് തുല്യമായി നമുക്കും ത്രിത്വക ദൈവത്തോടൊന്നായി മാറാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.